കേരള ബി.ജെ.പിയിൽ നിലവിൽ രണ്ട് നേതാക്കൾ, അതായത് എടുത്തു പറയേണ്ട രണ്ട് നേതാക്കൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പി.സി. ജോർജും. ഈ രണ്ട് നേതാക്കൾക്കും പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയിലെ തന്നെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു ജനസ്വീകാര്യതയുള്ള തീപ്പൊരി നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. വനിതാ നേതാക്കളിൽ എടുത്തു പറയത്തക്ക വളരെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെയാണ് പി.സി. ജോർജിൻ്റെ കാര്യം. പി.സി. ജോർജ് തീർച്ചയായിട്ടും ബി.ജെ.പിയിൽ വന്നതിന് ശേഷം വളരെ വലിയ തോതിൽ ക്രൈസ്തവർക്കിടയിൽ വളരെ വലിയ തോതിൽ തന്നെ ഒരു ഓളമുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു നേതാവ് തന്നെയാണ് പി.സി. ജോർജ്. പി.സി. ജോർജ് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും എന്ത് കാര്യമുണ്ടെങ്കിലും ആരെയും കൂസാതെ തന്നെ തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് പി.സി. ജോർജ് എന്ന് പറയുന്നത്. അത്രയ്ക്കും തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി തന്നെയാണ്, ഒരു നേതാവ് തന്നെയാണ് പി.സി. ജോർജ്. പല കാര്യങ്ങളും, അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ LDFനും വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള പല കാര്യങ്ങളും പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഉണ്ടാക്കുന്നുമുണ്ട്. ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം നിലവിൽ പി.സി. ജോർജിനെ പോലൊരു വ്യക്തിയും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയും വളരെ വലിയ തോതിൽ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് നേതാക്കളായിട്ട് മാറിയിരിക്കുകയാണ്. അതും ഇവരെപ്പോലുള്ള അത്രയ്ക്കും കഴിവുള്ള രണ്ട് നേതാക്കളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധ്യമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് ബി.ജെ.പി വഴിയൊരുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബി.ജെ.പിയിൽ നിലവിൽ ഈ പറയുന്ന തരത്തിൽ കേരള ഘടകത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി, അതായത് കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെ എല്ലാം തന്നെയും മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ ഉടൻ തന്നെ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിലവിൽ. അതുകൊണ്ട് തന്നെയും ആ ഒരു സ്ഥാനം കേരള ബി.ജെ.പിയിൽ പലരുടെയും പേരുകൾ വളരെ വലിയ തോതിൽ ഇനി പുതുതായി വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പേരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പേരെന്ന് പറയുന്നത് പി.സി. ജോർജ്. തീർച്ചയായും പി.സി. ജോർജിന് ബി.ജെ.പിയിൽ ഒരു അർഹിക്കുന്ന സ്ഥാനം, അത്രത്തോളം വലിയ ഒരു സ്ഥാനം കിട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പി.സിയെ പോലെ ഒരു വ്യക്തിയെ ബി.ജെ.പി വേണ്ട വിധത്തിൽ ഉപയോഗപ്രദമാക്കേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ബി.ജെ.പിയിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ തന്നെയാണ്. ഒന്ന് ശോഭാ സുരേന്ദ്രന്റെ പേരും അതോടൊപ്പം തന്നെ പി.സി. ജോർജിന്റെ പേരും. ഇവർക്ക് പ്രധാനപ്പെട്ട പല പദവികളും ബി.ജെ.പിക്കുള്ളിൽ ലഭിക്കാനായിട്ടുള്ള എല്ലാവിധ യോഗ്യതയുമുള്ള രണ്ട് നേതാക്കന്മാർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പായിട്ടും ശോഭയ്ക്കും അതോടൊപ്പം തന്നെ പി.സി. ജോർജിനും ലഭിക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറും. ഈ പറയുന്ന കേന്ദ്ര നേതൃത്വം തന്നെ അതിന് പച്ചക്കൊടി കാണിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ പി.സി. ജോർജിനെ പോലെ ഒരു വ്യക്തിയുടെയും സാന്നിധ്യം വളരെ വലുത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വലിയ തോതിൽ പ്രവർത്തിക്കാൻ പാകത്തിനുള്ള സൗകര്യമൊരുക്കി കൊടുക്കേണ്ടത് കേരള ബി.ജെ.പി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗ്രൂപ്പ് പോരുകളും അതോടൊപ്പം തന്നെ പിന്നിൽ നിന്നുമുള്ള കുത്തലുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയുടെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇവരെ പോലുള്ളവരെ ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പദവികൾ നൽകുന്നതും തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പി.സി. ജോർജിനെ പോലൊരു വ്യക്തിയും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിയും തീർച്ചയായിട്ടും മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തലവേദന ഉണ്ടാക്കുന്ന രണ്ട് നേതാക്കൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ബി.ജെ.പി വേണ്ട വിധത്തിൽ ഉപയോഗപ്രദമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന്റെ നേട്ടം തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വരുന്ന മാറ്റങ്ങളിൽ, അതായത് കേരള ഘടകത്തിൽ ബി.ജെ.പിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ സുപ്രധാന പദവികൾ തന്നെയായിരിക്കും ഈ പറയുന്ന ശോഭയ്ക്കും അതോടൊപ്പം തന്നെ പി.സി. ജോർജിനും ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്.